മക്കളെ ദൈവിക കൃപയാൽ നിറയുവാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് 142 ദിനം. ഈ രാത്രിയിൽ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സൗഹൃദത്തിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് മാതാപിതാക്കളായി നമുക്കും പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിലൂടെ ആ കുറവുകൾ നിറവായി മാറട്ടെ. മക്കളുടെ ജീവിതം ക്രമപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ മക്കളുടെ സന്തോഷത്തെ കെടുത്തുന്ന ഏതെങ്കിലും കെടുതികളോ തെറ്റിദ്ധാരണകളോ ബുദ്ധിമുട്ടുകളോ രോഗപീഠകളോ ഉണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രി തന്നെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മക്കളുടെ നേരെ നീട്ടുവാനും അങ്ങനെ മക്കൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം നേടുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 21-ാം സങ്കീർത്തനം 6-ാം വചനം ഇന്ന് ധ്യാനിച്ച് നമുക്ക് മക്കളെ അനുഗ്രഹിക്കാം. വചനം പറയുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവ സാന്നിധ്യം മക്കളിൽ നിന്ന് വിട്ടുമാറുമ്പോൾ, പലപ്പോഴും മക്കൾ ദൈവസാന്നിധ്യത്തിൽ നിന്നും അകന്നു മാറുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട്. കുദാശകളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്നും ദൈവാഭിമുഖത്തിൽ നിന്നും മക്കൾ മാറി നിൽക്കുമ്പോൾ ഇന്നത്തെ തലമുറ പലപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു മാറുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ വരുന്നുണ്ട്. കൂട്ടുകെട്ടുകളിൽ വിശ്വസിക്കുകയും അവർ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാതാപിതാക്കളോടും പ്രാർത്ഥിക്കുന്നവരോടും പ്രാർത്ഥനയോടും ദേവാലയത്തോടും അകൽച്ച കാണിക്കുമ്പോൾ മക്കൾ പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. വ്യക്തമായി തീരുമാനമെടുക്കുവാൻ പലപ്പോഴും മക്കൾക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ അത് പാളിപ്പോകുന്നു. ജീവിതത്തിലെ ഭാവിയെ തടസ്സപ്പെടുത്തുന്ന തെറ്റായ തീരുമാനങ്ങൾ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ ദൈവ സാന്നിധ്യത്തിൽ മക്കൾ നിലനിൽക്കുവാൻ ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 21:6 അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടുത്തെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെപ്പോഴും ലോകത്തോടും ലൗകിക അനുഭൂതികളോടും ലൗകിക ആസ്വാദനങ്ങളോടുമുള്ള താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് ആത്മീയ സാന്നിധ്യത്തിൽ കർത്താവെ ആനന്ദിച്ചുകൊണ്ട് കൂദാശകൾ നൽകുന്ന അനുഗ്രഹം തിരിച്ചറിഞ്ഞ് ആത്മീയ വ്യക്തിയായി തീരുകയും നല്ല തീരുമാനം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ജീവിതത്തിൽ എപ്പോഴും വിജയിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.